ഹലോ ഗായ്സ്, വെൽക്കം ടു ആര്യസ് ഡയറീസ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ അത്യാവശ്യം ഉറങ്ങാൻ നല്ല ലേറ്റായി. സോ ഒന്ന് എണീക്കുന്നത് 9 മണി. ഓക്കെ, ഇന്നിപ്പോൾ യൂണിവേഴ്സിറ്റി നടത്തുന്ന ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്. അപ്പം അതിന് പോകണം. നല്ല തണുപ്പുണ്ട് ഇവിടെ. അപ്പം അങ്ങനെയൊക്കെയാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ എൻ്റെ റൂം കാര്യങ്ങളൊന്ന് അറേഞ്ച് ചെയ്തതിനെ കാണിച്ചു തരാം. ബെഡ് ഇങ്ങനെയാക്കി, ടേബിൾ ഇവിടേക്ക് മാറ്റി, അങ്ങനെ ഓരോ കാര്യങ്ങൾ. ചുമരുമ്പോൾ സ്റ്റിക്ക് ചെയ്ത് വെച്ച ബാഗ് താഴെ കിടക്കുന്നുണ്ട്. വർക്കായില്ലല്ലോ. ഓക്കെ, താഴെ പോകരുത്. അത് ഓവർനൈറ്റ് ഓട്സാണ്. ഓട്സ്, പാല്, ചിയ സീഡ്സ്, പിന്നെ സ്ട്രോബെറി ഒക്കെ കൂടി ഇട്ടിട്ട് മധുരം ആഡ് ചെയ്തില്ല, പഞ്ചസാര ഞാൻ ഒഴിവാക്കി. അപ്പോൾ ഇതിൽ ഹണി ചേർക്കും. കഴിക്കുമ്പോൾ കുറച്ചുകൂടി പാലൊഴിക്കുകയും വേണം. ഭയങ്കര തിക്കായിപ്പൊക്കെ രാത്രി ഉണ്ടാക്കി വെച്ചിട്ട് രാവിലെ എടുത്ത് കഴിക്കും. ദിസ് ഈസ് ഹെൽത്തി. തണുപ്പ് മാറാൻ വേണ്ടി ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചാൽ നല്ല ഭംഗിയിലെ കണ്ടെയ്നറാണ്. ഞാൻ ഇന്നലെ ഇവിടുന്ന് മേടിച്ചതാണ്. ഇറ്റ്സ് ഗുഡ്. കിട്ടിയിട്ട് നിൽക്കണം. നമുക്കപ്പം പോവാം. യൂണിവേഴ്സിറ്റിൻ്റെ അടുത്ത് എങ്ങാണ്ടോ ആണ്. ഓക്കെ, ഷഹമിത്താക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് യൂണിവേഴ്സിറ്റിൻ്റെ മുന്നിൽ. അങ്ങോട്ടാണ് നമ്മളെ വഴി. രാവിലെ ഒരു 9 മണിക്കാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. മനിയലിന് മെഗ്ഡീൻ്റെ ഫ്രണ്ടിലുള്ള VIP അക്കാദമിയിൽ വെച്ചിട്ടാണ് ക്ലാസ് കണ്ടക്ട് ചെയ്തത്. ഒരു ഡോക്ടറാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. ഒരു 500 പൗണ്ടിൻ്റെ എക്സ്പെൻസും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് അവിടെ നിന്ന് ആദ്യം തന്നെ കിറ്റ് പ്രൊവൈഡ് ചെയ്ത്, അതായത് സ്പോഞ്ച്, ത്രെഡ് ചെയ്യാനുള്ള മെറ്റീരിയൽസ് എല്ലാം അടങ്ങുന്ന ഗ്ലൗസ് കാര്യങ്ങളെല്ലാം ഉള്ളൊരു കിറ്റായിരുന്നു അവിടെ നിന്ന് തന്നത്. 2 ദിവസത്തേക്ക് ഞങ്ങൾ ആ കിറ്റാണ് ഉപയോഗിച്ചത്. പിന്നെ ഗ്ലൗസ് ഇടുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. കുറേ പേരുണ്ടായിരുന്നു. അധികവും മലയാളീസ് കാര്യങ്ങൾ തന്നെയായിരുന്നു. പിന്നെ കാനുലൻ്റെ കാര്യങ്ങൾ, സിറിഞ്ചിൻ്റെ കാര്യങ്ങൾ, ഫുൾ കാര്യങ്ങൾ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. രണ്ടു മൂന്ന് കയ്യായി വരുന്നുണ്ട്. ടെൻഷൻ അടിക്കല്ലേ. ആയുധം വെച്ചുള്ള കളിയാണ്. വല്ലതും നടക്കുമെന്ന്. എന്നിട്ട് 3 സ്റ്റിച്ച് 3 രീതിക്കാണ് നമ്മൾ ഇത് വെച്ചിട്ടാണ് മുറിക്കുന്നത്. ഇവിടെ കുക്കറി ഷോ അല്ല, ഇതിന് നല്ല മൂർച്ചയാണ് ഗൈസ്. ഇത് കഴിഞ്ഞിട്ട് പച്ചക്കറി എടുക്കാൻ പോടി. എന്റെ നൂല് തീർന്നു. ഇനി സ്റ്റിച്ചിടാൻ ആൾക്ക് ഇതില്ല. അങ്ങനെ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ എന്തേ ഇരിക്കുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ 4-5 ടൈപ്പ് സ്റ്റിച്ചിങ് മെത്തേഡ്സ് ഞങ്ങൾക്ക് പഠിപ്പിച്ചു. പിന്നെ ഓരോരുത്തരെടുത്തും പേഴ്സണലായിട്ട് വന്ന് പുള്ളിക്കാരൻ്റെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്ത് തരികയുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് പുള്ളിക്കാരൻ ചെയ്ത ഓരോ വർക്ക് കാര്യങ്ങൾ, അതിൽ വരുന്ന മിസ്റ്റേക്ക് എന്ത്, അതിൽ എന്താണ് തെറ്റ് ഉണ്ടായതെന്ന് വരെ ഞങ്ങളോട് കണ്ടുപിടിക്കുക. ആ ഒരു ലെവലിലേക്ക് ഞങ്ങൾ ഫുൾ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്ന്. ആ ഒരു ഡേ കൊണ്ട് അത്രയും പോർഷൻസ് പുള്ളിക്കാരൻ കവർ ചെയ്തത്. പിന്നെ ഞങ്ങൾ വീട്ടിൽ പോവായിരുന്നു. കിഡിലെ വർക്ക്ഷോപ്പായിരുന്നു. ഇന്ന് പാർട്ട് 1 ആയിരുന്നു. നാളെ ബാലൻസ് ഉണ്ട്. നല്ല തണുപ്പുണ്ട് ഇവിടെ, അതാണ് ഇങ്ങനെ ജർക്കാവുന്നത്. ഓക്കെ, അപ്പോൾ 12:30 to 6:30 വരെ എന്താ പറയുക, ഒരു 10 മിനിറ്റ് ബ്രേക്ക് മാത്രമുള്ള ഒരു കംപ്ലീറ്റ് സെക്ഷനായിരുന്നു. അപ്പോൾ ഒന്നും കഴിച്ചിട്ടുമില്ലായിരുന്നു. അതിൻ്റെ എഫക്റ്റ് നല്ലോണം ഭയങ്കര ക്ഷീണം കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ മഹാരാജ ഉണ്ട് ഇവിടെ, ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. ഞാനൊരു ബിരിയാണി ഓർഡർ ചെയ്ത് അതിന് സമാധാനത്തോടെ ഇരുന്ന് കഴിക്കട്ടെ. ബിരിയാണി അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. പിന്നെ ഒരു ചട്നി വരുന്നുണ്ട്, പൊളിഞ്ചി വരുന്നുണ്ട്, ഒരു പിക്കിൾ വരുന്നുണ്ട്.
200 poundsന്. ഗൈസ് വെൽക്കം ടു ആര്യസ് ഡയറീസ്. അപ്പോൾ ഇന്ന് വർക്ക്ഷോപ്പ് ഡേ 2 ആണ്. അപ്പോൾ ഞങ്ങളുടെ കുറച്ച് കുക്കിംഗ് കാര്യങ്ങളിലൊക്കെ ആണ്. ഒരു സ്മൂത്തി അടിച്ച് കുടിക്കണം. 11 മണിക്കാണ്. ഇന്നലെ 6:30 വരെ ഉണ്ടായിരുന്നു. അങ്ങനെ അങ്ങ് ഉറങ്ങിപ്പോയി വന്നിട്ട്. അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. സോറി, ഇത് രണ്ടും കൂടി ഒരു വീഡിയോ ആയിരിക്കും. ഡോക്ടറാകുമ്പോ നമ്മള് വിട്ടുകൊടുക്കാൻ പാടില്ല. ഞാൻ എടുത്തിട്ട് വിളിച്ചോളാം. നല്ലൊരു കവറിലാക്കിയൊക്കെ നല്ല കിടിലൻ തണുപ്പ്. വർക്ക്ഷോപ്പ് ഒക്കെ കഴിഞ്ഞു. ചെറുതായിട്ട് വിറയ്ക്കുന്നതിനോട് ഫോണൊക്കെ ഇറങ്ങുന്നുണ്ട്. നല്ല തണുപ്പുണ്ട്. നമ്മളെ ഷേമിത്തണ്ട് ഇവിടെ ഊബർ ബുക്ക് ചെയ്യുന്നു. ചേച്ചിക്ക് എന്തോ പറയാണ്ടല്ലേ. ഞാൻ വിചാരിച്ച കാര്യമായിട്ട് എന്തോ വർക്ക്ഷോപ്പിനെ പറ്റി പറയാനാണെന്ന്. നമുക്കിവിടെ നല്ല തണുപ്പുണ്ട്. എന്റെ മൂക്കൊക്കെ ചുവന്ന് കിടക്കാണ്. തണുപ്പ് എങ്ങനെയുണ്ട്? സഹിക്കാൻ പറ്റുന്നില്ല. ജാക്കറ്റ് ഇടിലാണ് ഞാൻ നിക്കുന്നത്. ഷാമിത്ത, തണുപ്പ് എങ്ങനെയുണ്ട്? എത്ര നേരം ഇട്ടിട്ടാ പറയുന്നത്? സ്വെറ്ററും ഡെനിമൊക്കെ ഇട്ടിട്ട് ഇവിടെ ഒരാള് വിറച്ചോണ്ടിരിക്കുന്നുണ്ട്. വീഡിയോ ആണ്.